വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു യാത്രയാണ്. ഇന്നും നമ്മൾ കൂടെയുള്ളത് 49 സീറ്റാണ്, AC ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഇപ്പോൾ ഉള്ളത് മാഹിയിൽ ഡീസൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടെ ഇന്ന് 2 ഡ്രൈവർമാരാണല്ലേ, സാജുവേട്ടനും അതേപോലെ രതീഷേട്ടനും. നമ്മൾ പോകുന്നത് ഈ അമ്മമാരെ കൊണ്ടുപോകാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി. ഇതിൽ 90% യാത്രക്കാരും എനിക്ക് പരിചയമുള്ളവരാണ്. ഇവരെ ഞാൻ മുന്നേ തിരുപ്പതി ട്രിപ്പ് കൊണ്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ രാത്രിയാണ് നമ്മൾ യാത്ര തുടങ്ങി, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു. അങ്ങനെ രാവിലെ നമ്മൾ മണ്ണാർശാല എത്തിച്ചേർന്നു. അപ്പോൾ മണ്ണാർശാലയിലായിരുന്നു ഫ്രഷപ്പ്. ഇതാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. ഞാൻ പലതവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് ഒന്ന് തൊഴുതിട്ട് വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അകത്ത്. ഞായറാഴ്ച ദിവസമായിരുന്നു. നമ്മൾ യാത്രയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഏകദേശം തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പുറത്തുള്ള കടയിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ദൂരെ നമുക്ക് നമ്മളെ വണ്ടി കാണാം. അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും വണ്ടിയുടെ അകത്ത് കയറി ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി AC ഒക്കെ ഓണാക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ നമ്മൾ മണ്ണാർശാലയിൽ നിന്ന് പുറപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് നേരെ പോയത് ഓച്ചിറ പരബ്രഹ്മത്തിലാണ്. അപ്പോൾ അവിടെ എത്തി നമ്മുടെ വാഹനം പാർക്ക് ചെയ്തു. അപ്പോൾ പാർക്കിങ്ങിൽ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് നമ്മുടെ കൂടെ തന്നെ ഫ്ലൈറ്റിൻ്റെ പുതിയ വണ്ടി ഉണ്ടായിരുന്നു. ഇത് നൈറ്റ് സർവീസ് ബസ്സാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്ന ക്ഷേത്രമാണ് കുറച്ചൊരു സ്പെഷ്യൽ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ നമുക്ക് 2 വഴിയുണ്ട്. അതിലൊരു വഴിയാണ് ഈ ജങ്കാറിൽ നമുക്ക് അക്കരെ കിടക്കാവുന്നത്. ഒരു പുഴയാണ്, ചെറിയ പുഴയാണ്. അപ്പം ആ പുഴ കിടത്താൻ ഒരു ജങ്കാർ അവിടെയുണ്ട്. അപ്പോൾ ഈ കരക്ക് വരുന്ന എല്ലാ യാത്രക്കാരെയും അവർ ഫ്രീ ആയാണ് അക്കരക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബസ്സിൽ വന്നവരൊക്കെ ഓരോരാളായി ജങ്കാറിൽ കയറുകയാണ്. കുറേ ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ ജങ്കാറില്ലല്ലോ, കണ്ണൂർ, തലശ്ശേരി ആ സൈഡൊന്നും. അപ്പോൾ നമ്മളെ വണ്ടിയിലൊന്നും ഏകദേശം എല്ലാവരും ജങ്കാറിൽ കയറി. അപ്പോൾ ജങ്കാറിൻ്റെ ആ ഒരു ഗേറ്റ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കിയേക്കാണ് എങ്ങോട്ടാണ് പോകുന്നത്. വലിയ ദൂരമില്ല, ആ കാണുന്നതാണ് കര. അപ്പോൾ അങ്ങോട്ടേക്കാണ് ജങ്കാർ അടിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജങ്കാർ എടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ അക്കരക്കാണ് പോകുന്നത്. അപ്പോൾ ജങ്കാറിൽ കയറിയ കൗതുകത്തിന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയ ദൂരമേ ഉള്ളൂ, ചെറിയ സമയമേ ഇടവേണ്ട വന്നുള്ളൂ. പക്ഷെ നല്ല വെയിലായിരുന്നു, നല്ല പൊള്ളുന്ന വെയിലായിരുന്നു അവിടെ. അപ്പോൾ ജങ്കാർ ഇങ്ങനെ കറങ്ങി നമ്മളിത് അക്കരക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അക്കരെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ജങ്കാറിൽ നിന്ന് ഇറങ്ങണം. കുറച്ചൊരു ദൂരം കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിച്ചേരും. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് കാട്ടിൽ മേക്കത്തിൽ ഭഗവതി ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ നമ്മൾ യാത്രക്കാരൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല വെയിൽ കാരണം അവിടുത്തെ മണലിലൊക്കെ നനച്ചിട്ടേക്കുന്ന കാണാം. അപ്പോൾ നമ്മളെ കാലുകൾക്ക് ചെറിയൊരു ശമനം ഉണ്ടാവും. ഞാൻ ക്ഷേത്രത്തിൻ്റെ പരിസരവും അതുപോലെ പുറകുവശവും ഒന്ന് കാണാൻ പോവാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് നടന്ന സമയത്ത് ഒരു വലിയ പേരാല കണ്ടു. അതിന് ചുറ്റും ആൾക്കാർ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു നേർച്ചയാണ്. അപ്പോൾ ഇവിടെ ഒരു മണി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം സഫലീകരിക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അതാണ് ഇവിടെ ഭക്തജനങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറകിലേക്ക് പോയി ക്ഷേത്രത്തിന്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അത് ഈ കാണുന്നത് അറബിക്കടലാണ്. അങ്ങനെ നമ്മളൊരു പുഴ കടന്ന് വന്നു. അവിടെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് കടൽ. ഇതായിരുന്നു ഞാൻ പറഞ്ഞിരിക്കുന്ന സർപ്രൈസ്. അങ്ങനെ അതൊക്കെ കണ്ടു. വീണ്ടും ഞാൻ തിരിച്ച് ക്ഷേത്രത്തിന് മുൻവശത്തെത്തി. അപ്പോഴാണ് അവിടെ അന്നദാനം കൊടുക്കുന്നത് കണ്ട പയറും കഞ്ഞിയുമായിരുന്നു. അപ്പോൾ അതും കഴിച്ച് തിരിച്ച് ഞാൻ ജങ്കാറ് കയറി നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. നമ്മൾ വാഹനം അവിടെ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദൂരത്ത് നമ്മളെ ബസ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജങ്കാറിൻ്റെ കപ്പിത്താൻ. നിലവിലൊരു ജങ്കാറായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾ തന്നെയാണ് നമ്മളെ അക്കരക്ക് ഇക്കരക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ആൾ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ തിരിച്ച് എല്ലാവരും നമ്മുടെ ബസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഇനി പുറപ്പെടുന്നത് നേരെ ആറ്റുകാലേക്കാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് ആറ്റുകാൽ എത്തിച്ചേർന്നപ്പോഴാണ് ഈ തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടത്. നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം 3:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ എല്ലാവരെയും ദർശനത്തിന് ക്യൂവിൽ നിർത്തി ഞാൻ ക്ഷേത്ര പരിസരവും ഒന്ന് കറങ്ങാമെന്ന് കരുതി. ആറ്റുകാൽ പൊങ്കാലേൻ്റെ തിരക്ക് 2 ദിവസം മുന്നേ ശരിക്കും നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വരെ ഞാൻ പോയുള്ളൂ. അതിനുശേഷം അങ്ങോട്ടിലോട്ട് കയറാൻ പറ്റിയില്ല.
തിരിച്ച് വരി നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അതിമനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും ക്ഷീണിച്ച് ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്രയും നേരം വരി നിന്നൊക്കെയാണ് അവർക്ക് ദർശനം കിട്ടിയത്. നമ്മൾ ബസ് സ്ഥിരം പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടിലല്ല പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ മറ്റൊരു താൽക്കാലിക ഗ്രൗണ്ടിലേക്കായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടീൻ്റെ റൂമിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തൊരു ഫേമസ് തട്ടുകടയാണ്. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് നമ്മളിവിടുത്തെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെ ഫുഡും കഴിച്ച് ഇന്ന് രാത്രി ഹോൾട്ടാണ് ഇവിടെ. അപ്പോൾ ബാക്കി പാർട്ട് 2 കാണാം കേട്ടോ.